الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله الذي وفقنا بشهر رمضان الكريم. الحمد لله الذي وفقنا من هذا الشهر العظيم. الحمد لله الذي حمدا كثيرا طيبا لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أشهد أن لا إله إلا الله وحده لا شريك له هو الأول والظاهر والباطن وهو على كل شيء قدير. وأشهد أن نبينا وحبيبنا محمدا صلى الله على آله وصحبه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة. أما بعد فاتقوا الله عباد الله. أوصيكم وإياي بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. أفلا يتدبرون القرآن أم على قلوب أقفالها. ബഹുമാനമുള്ള വിശ്വാസികൾ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ വിരുന്ന് സൽക്കാരമായ സ്വർഗത്തിലേക്ക് വാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ അർഹമുറാഹിമായ റബ്ബ് അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ആ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാണ്. ആ സ്വർഗത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അത്തരം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ച് പാലിച്ച് പ്രത്യേകിച്ച് ഈ മാസത്തിൽ കഴിഞ്ഞുകൂടണമെന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ഖുർആനിന്റെ ഏറെ ശ്രദ്ധേയമായ സഞ്ചാര പദത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിശുദ്ധ റമദാനിന്റെ പുണ്യങ്ങൾ നിറഞ്ഞ നിമിഷങ്ങളിൽ അതിവേഗം നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. സങ്കടകരവും ഭയാനകവുമായ വാർത്തകള് റമദാനിന്റെ ഓരോ പ്രഭാതവും പുലരുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മളെയെല്ലാം കൂടുതൽ അസ്വസ്ഥമാക്കുന്നുണ്ട്. പ്രായഭേദ വ്യത്യാസമില്ലാതെ ലഹരിയും മ്യൂസിക് ബാൻഡുകളും സിനിമകളും ലിബറൽ ചിന്തകളും വ്യത്യസ്ത അഡിഷനുകളും മൂലം കേരളത്തിന്റെ കുടുംബ സാമൂഹിക രംഗം കലാപഭൂമിയായി കൊണ്ടിരിക്കുകയാണ്. സഹപാഠിയെ കൊന്ന് ലാഘവത്തോടെയും നിർഭയത്തോടെയും അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്യുന്ന പുതുതലമുറയിൽ നിന്ന് നാം വായിക്കുന്ന സന്ദേശങ്ങള് ഭയാനകമാണ്. പുതു തലമുറയിലെ ഒരു വലിയ വിഭാഗത്തിന്റെ സഞ്ചാരം എങ്ങോട്ട് എന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് എല്ലാവരും. കുട്ടികൾക്ക് തെറ്റ് ചെയ്യാൻ അവിടെ മേലെടുക്കുന്ന ശിക്ഷാ നടപടികളുടെ കുറവും
തെറ്റുകൾ വർദ്ധിക്കാനും തെറ്റ് ചെയ്യാനും അവർ പ്രേരിപ്പിക്കുന്നു എന്നതും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അരാജകത്വങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും എങ്ങനെ ഈ തലമുറയെ രക്ഷപ്പെടുത്താം എന്ന് കേരളത്തിന്റെ നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്ന ഈ ദിനങ്ങളിൽ നാം നിലകൊള്ളുന്ന ഈ മാസത്തിനും അതിന്റെ അവതീർണമായ വിശുദ്ധ ഖുർആനും ആ ഗ്രന്ഥത്തിനും കൃത്യമായ ചില പരിഹാരങ്ങൾ പറയാനുണ്ട്. അതേ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനവും മാനവരാശിക്കുള്ള മാർഗദർശനവും പകർന്നു നൽകിക്കൊണ്ട് മാനവരുടെ നാഥൻ വിശുദ്ധ ഖുർആൻ വേദഗ്രന്ഥം അവതരിപ്പിച്ച മാസമാണ് പരിശുദ്ധ റമദാൻ. പകച്ചു നിൽക്കുന്ന ഈ സമൂഹത്തോട് ഖുർആൻ ചിലത് പറയാനുണ്ട്. എന്താണ് ഒന്നാമതായി പറയാനുള്ളത്? ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. ഒന്നാമത്തെ വിഷയം അവിടെയാണ്. അതേ, ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്കാണ് വഴി നടത്തുന്നത്. അള്ളാഹുവിലേക്കും അവൻ മനുഷ്യരുടെ രക്ഷക്കായി അവതരിപ്പിച്ച ഖുർആനിലേക്കും മടങ്ങലാണ് ഏക വഴി. അള്ളാഹു അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും അതേപോലെ നിഷേധികളും ദുർമൂർത്തികളും വെളിച്ചത്തിൽ നിന്ന് അന്ധകാരത്തിലേക്കുമാണ് ജനങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നയിക്കുന്നത് അതേ വല്ലദീന അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുൽമാതി ഇലന്നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒന്നാമതായി വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസത്തില് നാം ഖുർആൻ പഠിക്കുകയും അതിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അത് ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. അത് നിങ്ങൾക്ക് ഇത് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഒരു പ്രകാശം, അതുപോലെ വ്യക്തമായ ഒരു ഗ്രന്ഥവും ഇറക്കപ്പെട്ടിരിക്കുന്നു, തന്നിരിക്കുന്നു. അള്ളാഹു തന്റെ പൊരുത്തം തേടിയവരെ സംബന്ധിച്ചിടത്തോളം അത് മുഖേന സമാധാനത്തിന്റെ വഴികളിലേക്ക് നയിക്കുന്നു. യുഖ്രിജുഹും മിനന്നൂരി ഇലൽ ളുലുമാത്ത് യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലന്നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അത് പ്രകാശിപ്പിക്കും. നിങ്ങളെ എങ്ങനെ? ബിഇദ്നിഹി, അവന്റെ അനുമതി പ്രകാരം. വയഹ്ദീഹിം ഇലാ സിറാത്തിൽ മുസ്തഖീം, അവന്റെ കൃത്യമായ റൂട്ടിലൂടെ അവൻ നിങ്ങൾക്ക് വഴി കാണിക്കുകയും ചെയ്യുന്നു. അവന്റെ അനുമതി പ്രകാരം തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് നാം കാണുന്ന കുറ്റകൃത്യങ്ങളുടെയും കൊലപാതകങ്ങളുടെയും അടിസ്ഥാന കാരണമായ ലഹരി എന്ന് പറയുന്ന, മ്യൂസിക് ബാൻഡുകൾ എന്ന് പറയുന്ന, പലിശ ഇടപാടുകൾ എന്ന് പറയുന്ന തുടങ്ങിയവയെ കുറിച്ച് മാത്രം പരിശോധിച്ചാൽ തന്നെ ഖുർആനിക അധ്യാപനങ്ങളുടെ പ്രാധാന്യം ബോധ്യപ്പെടും. അതാണ് വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസ്വാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ശേഷമുള്ള ആയത്തുകൾ പഠിപ്പിച്ച എന്താ? ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. അതായത് ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ലഹരിയുടെ, അതേപോലെ മയക്കുമരുന്നിന്റെ, മദ്യത്തിന്റെ, മദിരാശിയുടെ, അതുമായി ബന്ധപ്പെട്ട ലോട്ടറിയുമായി ബന്ധപ്പെട്ട് എല്ലാം അവിടങ്ങളിലെല്ലാം എടുത്ത് പറയുമ്പോ അതൊക്കെ പിശാചിന്റെ ദുർബോധനങ്ങളാണ്, മാലിന്യമാണ്, നികൃഷ്ടമാണ്. നിങ്ങൾ വെളിയണം, നിങ്ങൾ വിജയിച്ചേക്കാമെന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്? പിശാചിന്റെ പണി എന്താണ്? നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കലാണ്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ സ്മരണകൾ അകറ്റി നിർത്തലാണ്. നമസ്കാരത്തിന് മാറ്റി നിർത്തലാണ്. അതുകൊണ്ട് ഫഹൽ അൻതും മുൻതഹൂൻ, ഇനിയും നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ സമയമായില്ലേ? ഈ ചോദ്യത്തിന്റെ ഉത്തരം കൊടുക്കുന്ന സമൂഹമുണ്ട് നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനതയെ സംബന്ധിച്ച്, ജാഹിലിയ്യത്തിലെ സമൂഹത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഫഹൽ അൻതും മുൻതഹൂൻ ചോദിച്ച ചോദ്യത്തിന് ആ ഉത്തരം, അതിന് കൊടുത്ത ഉത്തരം എന്താ? ഫന്തഹൈനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളിത് അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഞങ്ങളിത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ്. കുടിച്ചുകൊണ്ടിരിക്കുന്നവർ തന്റെ കൈ വായിലേക്ക് ഇട്ടുകൊണ്ട് ഛർദ്ദിച്ചു കളയുകയാണ്. അതേ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് അവർ പറയാണ് കുടിച്ചു കഴിയട്ടെ എന്നല്ല, മറിച്ചോ ഫന്തഹൈനാ യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങളിതാ അവസാനിപ്പിച്ചിരിക്കുന്നു. 6-ാം നൂറ്റാണ്ടിലെ ആ മത്തത്തിന്റെ ആ നുകരമുണ്ടല്ലോ, ആ മത്തത്തിന്റെ വല്ലാത്തൊരു ഒഴുക്കുണ്ടല്ലോ, അതിനെ പിന്നെ ഭീതിപ്പെടുത്തുന്നതുമുള്ള ഭയാനകമായ അവസ്ഥയാണ് ഇന്ന് ലഹരി എന്ന് പറയുന്നത്. ലഹരി അത് വ്യത്യസ്തമായ മേഖലകളിലൂടെ, വ്യത്യസ്തമായ രൂപത്തിലൂടെ, വ്യത്യസ്തമായ പേരുകളിലൂടെ, പല കോലങ്ങളിൽ നിറങ്ങളിലുമായിക്കൊണ്ട് ഇന്ന് പിഞ്ചു പൈതങ്ങൾ വരെ കിട്ടാനുള്ള അസുലഭമായ സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെല്ലാം കടന്നു വരുന്നത് പല മേഖലകളും അത്തരത്തിലുള്ള വഴികളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് പരിഹാരമുണ്ട്. ആ ഒരു കാട്ടറബികള്, ആ ഒരു 6-ാം നൂറ്റാണ്ടിൽ ജനതയെ ഡാർക്കറ്റ് എന്ന് പറയുന്ന ഇരുണ്ട കാലഘട്ടത്തിലെ സമൂഹത്തെ മാറ്റിയെടുത്ത ഏകമായ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ തന്നെയാണ് ഇന്നത്തെ സമൂഹത്തോട് വിളിച്ചു പറയാനുള്ളത്. ഈ സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കിയവർ എല്ലാവരും സുരക്ഷിതരാണ് എന്നതാണ്. ഈ വിശുദ്ധ ഖുർആനിനെ സ്വീകരിച്ചവർ, അത് കൃത്യമായി ഉൾക്കൊണ്ടവർക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കും. ഖുർആൻ പകർന്നു നൽകിയ വിശ്വാസം ഉൾക്കൊള്ളുകയും പങ്കുവെക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ആളുകളുടെ വിശേഷണങ്ങൾ എന്താ? അവർ നിർഭയരായിരിക്കും എന്നതാണ്. അവർ നിർഭയരായിരിക്കും എന്നതാ. കാരണം എന്താ? നിങ്ങൾ സ്വർഗ്ഗലോകത്ത് പുറത്തു പോകണം. അവിടെ പറഞ്ഞു എല്ലാവരോടും നിങ്ങളുടെ ഹുദ നിങ്ങൾക്ക് വന്നെത്തിയാൽ ആ ഹിദായത്തിന്റെ ഹുദയിൽ സ്വീകരിക്കുന്നുവോ അവർക്ക് ദുഃഖിക്കാനില്ല, ഭയപ്പെടാനില്ല എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാം. അപ്പോൾ നിർഭയമായി ജീവിക്കാൻ സാധിക്കും ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട്. അവർ അല്ലാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കുന്നതിന് ഭയപ്പെടും. അത് അല്ലാഹു അവതരിപ്പിക്കപ്പെട്ടതിൽ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആ റബ്ബിലേക്ക് നിങ്ങൾക്ക് മടങ്ങാനുള്ളത്. കാരണം എന്താ പറഞ്ഞത്? ആകയാൽ അല്ലാഹുവിന്റെ അദ്ദേഹത്തിന്റെ കൽപ്പനയ്ക്ക് എതിർ പ്രവർത്തിക്കുന്നവർ, പ്രവാചകന്റെ കൽപ്പനയ്ക്ക് എതിർ പ്രവർത്തിക്കുന്നവർ തങ്ങൾക്ക് വല്ല ആപത്ത് വന്ന് ഭരിക്കുകയോ വേദനയെ ശിക്ഷ ബാധിക്കുകയോ ചെയ്യുന്നതിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിഹാരമാണ്. ആ വിശുദ്ധ ഖുർആനിന്റെ തീരങ്ങളിലേക്ക് കടന്നു വന്നാൽ നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന മാനദണ്ഡങ്ങള്, ഇച്ഛകളെ, ഹവകളെ ഇല്ലാതെയാക്കാൻ ആ വിശുദ്ധ ഖുർആൻ പരിഹാരമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം തെറ്റുകളിൽ നിന്ന് അവരെ അകറ്റി നിർത്തും. അതുവഴി അവർ പുണ്യത്തിന് അർഹരാകുകയും ചെയ്യും. തന്റെ റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും ഇച്ഛകളെ മാറ്റിവെക്കുകയും ചെയ്തുവോ അവർക്കാണ് സങ്കേതം എന്ന സ്വർഗമുള്ളത്. സ്വർഗം എന്ന സങ്കേതമുള്ളത് അവർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ തെറ്റുകളിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന ജാഹിലിയ്യ ജനതയെ അവിശ്വാസത്തിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും മോചിപ്പിച്ചത് ഈ ഖുർആനാണ് എന്നതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആനിക സന്ദേശങ്ങളിലൂടെയാണ് പുതിയ കാലത്തും മാറ്റം ഉണ്ടാവുക. അതേ ഖുർആൻ സമൂഹത്തെ സ്വാധീനിക്കണമെങ്കിൽ അതിന്റെ ആശയവും വ്യാഖ്യാനവും മനസ്സിലാക്കി പാരായണം ചെയ്യണം. അതേ ഖുർആൻ ചോദിക്കുകയാണ്, നിങ്ങളെന്താണ് ഖുർആനെ കുറിച്ച് ഉച്ചാരോധിക്കാത്തത്, ചിന്തിക്കാത്തത്? നിങ്ങളെന്താണ് നിങ്ങളുടെ ഹൃദയത്തിൽ കൂട്ടിട്ടിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആൻ അറബിയ്യൻ ലിഖൗമി യഅലമൂൻ. അതേ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി വചനങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അറബി ഭാഷയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ് ആ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ അതേ അൻസൽനാഹു കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, അത് മുബാറക്കായ ഗ്രന്ഥമാണ്. നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീതമായ ഗ്രന്ഥം എത്രയത്? ഇതിലെ കിട്ടാൻ നിങ്ങളെ പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിന് വേണ്ടിയും ബുദ്ധിമാന്മാർ ഉത്ബുദ്ധരാകുന്നതിന് വേണ്ടിയും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അപ്പൊ ചിന്തിക്കാൻ വേണ്ടിയാ, ഉത്ബുദ്ധരാകാൻ വേണ്ടിയാ, നന്നാകാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ നാം സ്വപ്നം കണ്ട പലതും നേടിയിട്ടില്ലേ? ജീവിതത്തിൽ സ്വപ്നം കണ്ട പലതും നമ്മൾ നേടിയിട്ടുണ്ട്. നല്ല വീട് ആഗ്രഹിച്ചു,
നല്ലൊരു കുടുംബത്തെ ആഗ്രഹിച്ചു, നല്ലൊരു ജോലി ആഗ്രഹിച്ചു, അതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഖബറിലെ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ നമ്മൾ ഈ ഖുർആൻ എത്ര പഠിച്ചു? അമാനി മൗലവിയുടെ തഫ്സീർ വീട്ടിലുണ്ടോ? 50 ജുസെങ്കിലും ആശയം സഹിതം നമുക്കറിയുമോ? ആയത്തുൽ കുർസിയുടെ മഹത്വം പഠിച്ചിട്ടുണ്ടോ? സൂറത്തുൽ ഇഖ്ലാസിന്റെ ശ്രേഷ്ഠത എന്തെല്ലാമാണ്? അവകൾ പ്രത്യേകം പാരായണം ചെയ്യപ്പെടേണ്ട സ്ഥലങ്ങൾ അറിയുമോ? ഖുർആൻ പഠനവും പാരായണവും മനസ്സിന്റെ അടങ്ങാത്ത ആഗ്രഹമായി മാറിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഈ ഉത്തരം കണ്ടെത്തുന്നിടത്താണ് നമ്മിലെ വ്യക്തിയും കുടുംബവും സമൂഹം നന്നാവുന്നതും നിർഭയരാകുന്നതും. നാം ആലോചിക്കണം. നേരത്തെ പറഞ്ഞ 3 കാര്യം നമുക്ക് ആഗ്രഹിച്ച് ലഭിച്ചിട്ടുണ്ട്. നല്ലൊരു വീട് ആഗ്രഹിച്ചവരായിരുന്നു, നല്ലൊരു കുടുംബത്തെ ആഗ്രഹിച്ചവരായിരുന്നു, നല്ല ജോലി ആഗ്രഹിച്ചവരായിരുന്നു. അതെല്ലാം പലപ്പോഴും നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. എങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം എത്രമാത്രം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചു? ഒരു 3-4 ചോദ്യം ചോദിച്ചില്ലേ? അമാനി പോലെ തഫ്സീർ വായിച്ചെടുക്കാൻ അത് വീട്ടിലുണ്ടോ? ഇല്ല. എന്നാൽ അതിനേക്കാൾ വിലപിടിപ്പുള്ള ഏകദേശം 10,000, 25,000 മുതൽ വിലപിടിപ്പുള്ള ഫോണുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഒരു 4,000, 3,500 അല്ലെങ്കിൽ 4,000-ത്തിനടുത്തോ ചെലവാക്കിക്കൊണ്ട് 8 വാർഡുകളുള്ള അമാനികളുടെ തഫ്സീർ നമ്മുടെ വീട്ടിലുണ്ടോ? ഏതെങ്കിലും ഒരു തഫ്സീർ നമ്മുടെ പുറയിലുണ്ടോ? ഇല്ല എന്നിടത്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങള്, മക്കൾ അയച്ച ചോദ്യങ്ങള് നമ്മുടെ വാട്സപ്പിലേക്ക് വരികയാണ്. ഈ ചോദ്യത്തിന് ഉത്തരമൊന്നും പറയുമോ എന്നാ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം ശരിയാക്കി തരുന്ന ചോദിക്കുന്നത് അവസാനം പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെ പരിഭാഷ വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? അതില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ആളുടെ ആശ്രയിക്കേണ്ടി വരുന്നത്. അതേ റമദാൻ കാലമാകുമ്പോ ഓരോ ദിവസം ഓരോ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉത്തരം കൊടുക്കണം. അതിന് നമ്മുടെ വാട്സപ്പിലേക്ക് ചോദ്യങ്ങൾ വരിക. വേറെ കുട്ടികളെ അയച്ച ചോദ്യങ്ങളാ, അത് അമ്മായിന്നോ അയച്ചു തരിക നമുക്ക്. എന്നിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കാട്ടി എന്ന സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം. വെറും 350, 450, 600 ഉത്തരവാക്കിയാൽ സമ്പൂർണ്ണ ഖുർആന്റെ പരിഭാഷണം കിട്ടും. അതുപോലും ഇല്ലാത്തൊരവസ്ഥ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ പരിതാപകരമാണ്. വിശ്വാസികളെ, ആ വിശുദ്ധ ഖുർആനുമായി നമുക്ക് എന്ത് ബന്ധമാണ് ഉണ്ടായത് എന്നത് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് നിസ്സാരമായി കുഞ്ഞു ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ വ്യക്തിയും കുടുംബവും സമൂഹം നന്നാവും, നിർഭയരാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഖുർആന്റെ ആത്മീയ മാധുര്യം നുകരാൻ കഴിയണം. അന്ധവിശ്വാസം കൊണ്ട്, ദുഷിച്ച ചിന്തകൾ കൊണ്ട് ചളിപുരണ്ട ഹൃദയത്തിന് ഖുർആന്റെ മധുരം നുകരാൻ കഴിയില്ല. അന്ധവിശ്വാസങ്ങൾ കൊണ്ടും ദുഷിച്ച ചിന്തകൾ കൊണ്ടും ചളിപുരണ്ട ഹൃദയത്തിന് ഖുർആന്റെ മധുരം നുകരാൻ കഴിയില്ല. അതാണ് ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞത്, ഹൃദയം ശുദ്ധമാകണമെങ്കിൽ ഖുർആൻ പാരായണത്തിന് മതി വരില്ല എന്നാണ്. കഴിഞ്ഞ റമദാന് ശേഷം നാം എത്രമാത്രം ഖുർആൻ പാരായണം ചെയ്തു? നമ്മുടെ മുൻഗാമികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം പരിശോധിച്ച് നോക്കിയാൽ ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി പറയാണ്, ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി എല്ലാ 7 രാത്രികളിലും ഖുർആൻ ഓതി തീർക്കും. റമദാൻ ആയാൽ 3 രാത്രികൾ കൊണ്ട് പൂർത്തിയാക്കും. അവസാന 10 ഓരോ രാത്രിയിലും ഓരോ ഖത്തം തീർക്കും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അദ്ദേഹം റമദാനിൽ 60 തവണ ഖത്തം തീർത്തു എന്നാണ്. ഇമാം സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അദ്ദേഹം പറഞ്ഞ വാചകം എന്താ? റമദാൻ ആയാൽ എല്ലാം ഒഴിവാക്കി ഖുർആനിലേക്ക് ചുരുങ്ങും. അതേ വിശ്വാസികളെ, ഇങ്ങനെയുള്ളവരായിരുന്നു മുൻഗാമികളായ ആളുകൾ. വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന് നമ്മൾ എത്രമാത്രം സമയം ചെലവഴിച്ചു? വിശുദ്ധമായ ഖുർആന്റെ പഠനത്തിന് നമ്മൾ എത്രമാത്രം സമയം ചെലവഴിച്ചു? വിശുദ്ധമായ ഖുർആന്റെ അർത്ഥതലങ്ങളിലേക്ക് തിരിക്കാൻ നമുക്ക് എത്രമാത്രം സമയം കണ്ടെത്താൻ കഴിഞ്ഞു? അത് നമ്മൾ വിലയിരുത്തേണ്ടതാണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മുൻഗാമികളൊക്കെ ഇങ്ങനെയാണ് എങ്കിൽ ഒരു തവണയെങ്കിലും വിശുദ്ധ റമദാൻ, ഒരു തവണയെങ്കിലും വിശുദ്ധ റമദാനിൽ ഒരു തവണയെങ്കിലും ഖത്തം തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ പരിശോധിക്കാറുണ്ട്. നാം ഇന്ന് എത്രമാത്രം ഓതിയെത്തി, എത്ര ജുസ് ആയി? ഇന്ന് 6ാമത്തെ നോമ്പാ. ഒരു 6 ജുസ് ആയോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. അല്ലെങ്കിൽ 2 ജുസ് എത്തിയോ? ഒരു 3 ജുസ് ആയോ? പരിശോധിക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെ ഓരോ സന്ദർഭങ്ങളെയും വിലയിരുത്തി സമയം വളരെ കുറവിലാണ് തോന്നുന്നുവെങ്കിൽ സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ട സമയമാണ് വിശ്വാസികളെ. 6 നോമ്പ് നമ്മൾ പിന്നിട്ട് പോവുകയാണ്. 5 നോമ്പ് കഴിഞ്ഞ് 6ാമത്തെ നോമ്പിന്റെ പകുതിയിലാണ് നമ്മളുള്ളത്.
അതുകൊണ്ട് തന്നെ നാം വിലയിരുത്തണം, ചിന്തിക്കണം. ആ വിശുദ്ധ ഖുർആനെ അവഗണിച്ചവരായി നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നുണ്ട്. ആത്മീയതയുടെ അനുഭൂതി തടയപ്പെട്ടവരിൽ നമ്മൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, 3 കാര്യങ്ങൾ നിങ്ങൾ ജീവിതമാതൃകം തിരക്കുക. 3 കാര്യങ്ങൾ നിങ്ങൾ ജീവിതമാതൃകം തിരക്കുക. 1 നിസ്കാരത്തിന്റെ കാര്യത്തില്, 2 ഖുർആന്റെ കാര്യത്തില്, 3 ദൈവസ്മരണ, അല്ലാഹുവിനെ സ്മരിക്കുന്ന കാര്യത്തില് നിങ്ങൾ മാതൃകം കണ്ടെത്തിയാൽ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. മാതൃകം കാണാനായില്ലെങ്കിൽ ഉറപ്പിച്ചു കൊള്ളുക, തന്റെ കവാടം പൂട്ടിക്കിടക്കുകയാണ് എന്ന്. അതേ മനസ്സിലായിക്കോ, ഇത് കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലേ? അതെ, നിന്റെ കവാടം ഉണ്ടല്ലോ, അത് പൂട്ടിക്കിടക്കുകയാണ്, അഥവാ നിനക്ക് ഹിദായത്തിന് വെളിച്ചമില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന വരികള് കാണാൻ സാധിക്കും. അതുകൊണ്ട് നാം വിലയിരുത്തണം. ആ വിശുദ്ധ ഖുർആനുമായും ആ അല്ലാഹുവിന്റെ കലാമുമായും നമസ്കാരവുമായും അതേപോലെ തന്നെ അല്ലാഹുവിനെ സ്മരിക്കുന്ന വിഷയത്തിലും ഏറെ മുന്നോട്ട് ഇറങ്ങാൻ നാം സമയം വൈകിക്കൂടാ. ഖുർആൻ ഹൃദയവികാരമാകുമ്പോൾ അതിന്റെ മുമ്പിൽ മനസ്സും ശരീരവും കീഴ്പ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. അതാണ് ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു ദിവസം ഒരു പെണ്ണിനെങ്കിലും പ്രാപിക്കാതെ തന്റെ വീട്ടിലേക്ക് വൈകുന്നേരം തിരിച്ചു വരാത്ത ഫുദൈൽ ഇബ്നു ഇയാദ് ഒരു രാത്രി പോലും ഉറക്കം വരില്ല. ഒരു ദിവസത്തിന് ഒരു സ്ത്രീയെങ്കിലും ലൈംഗികമായി ഉപയോഗപ്പെടുത്താൻ സാധിച്ചതിൽ ഉറക്കം വരാത്ത ഫുദൈൽ ഇബ്നു ഇയാദ് പോല വഴിയിലൂടെ കൊള്ള സംഘത്തെ കണ്ടെത്തി ആ സംഘത്തെ കൊള്ളയടിക്കുന്ന ഫുദൈൽ ഇബ്നു ഇയാദ് ആ വഴികളിലൂടെയുള്ള കച്ചവടക്കാർക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ, ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ അതേ കൊള്ളയടിക്കുന്ന ഫുദൈൽ ഇബ്നു ഇയാദ് അലം യഅനിൽ ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് ആയത്താണ്. എപ്പോഴാണ് ആയത്ത് കേട്ടെന്നറിയോ? രാത്രി അന്തിയാമത്തില് തന്റെ വീടിന്റെ അടുത്തുള്ള പൊതുത്തപ്പുഴയിൽ നിന്നും വൃദ്ധയായ മാതാവ് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കുക. ആ തഹജ്ജുദ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വേളയില് ആ സ്ത്രീയെ കയറി പിടിക്കുക. വൃദ്ധയായ മാതാവ തന്റെ ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി, തെറ്റിന് വേണ്ടി, തിന്മക്ക് വേണ്ടി കയറി പിടിക്കുകയാണ്. ആ സമയത്താണ് ആയത്തെ ആ സഹോദരി ഓടുന്നത്, ആ ഉമ്മ ഓടുന്നത്. ആലം യഅനിൽ ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. മാറി കൈ വലിച്ചു മുന്നോട്ട് മാറ്റി ആ ആയത്ത് തന്റെ മനോഹരത്തിലൂടെ ഹൃദയത്തിലൂടെ തട്ടി വല്ലാതെ സ്പർശിച്ചു. ഇല്ല, ഇനി ഒരിക്കലും ഞാൻ ഈ ഒരു പ്രവണതയ്ക്ക്, ഈ പ്രവർത്തിക്ക് കൂട്ടുനിൽക്കില്ലെന്ന് പറഞ്ഞ് പിന്മാറി തിരിച്ചു പോന്ന ഫുദൈൽ ഇബ്നു ഇയാദിനെ, ആ വ്യക്തിയെ ശരിയായ ഇസ്ലാമിലേക്ക് ഉയർത്തിയ ഖുർആൻ എന്നും നമുക്കിടയിലെ വിശ്വാസികളെ അത് വല്ലാത്ത രോമാഞ്ചം. ആലോചിച്ച് നോക്കൂ, ആരാരുമില്ല. രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്ന ഉമ്മയെ തന്റെ ആവശ്യത്തിന് വേണ്ടി, പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോ തന്റെ മനസ്സിൽ കൊളത്തിയത് അത് വല്ലാത്തൊരു കൊള്ളിയായി പോയി, അത് വല്ലാത്തൊരു കുളത്തായി പോയി, അത് വല്ലാത്ത മധുരമുള്ള ഒരു വചനമായി പോയി. നമ്മോട് ചോദിക്കാനുള്ളത് അതാണ് വിശ്വാസികള്. ആയില്ലേ നമുക്കാർക്കും ഈ ഖുർആൻ പഠിക്കാൻ, ഈ ഖുർആൻ ആവർത്തിച്ചൊന്ന് ഓതാൻ, ഈ ഖുർആന്റെ മാസ്മറത്തിൽ കടന്നു വരാൻ, ആ വിശുദ്ധ ഖുർആന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ, ആ വിശുദ്ധ ഇൽമിയായ സദസ്സുകൾ ഉപയോഗപ്പെടുത്താൻ, വിശുദ്ധ റമദാനിന്റെ പ്രഭാതത്തിനും രാത്രി തറാവീഹ് നമസ്കാര ശേഷവും ക്ലാസ്സുകളുടെ വിശ്വാസികള്. പക്ഷെ തറാവീഹ് നമസ്കാരം കഴിഞ്ഞാൽ വേഗത്തിൽ എഴുന്നേറ്റ് പോവുകയാണ് നമ്മൾ ഓരോരുത്തരും. ആലോചിക്കാൻ നമ്മള് ഈ വിശുദ്ധ റമദാനിൽ കൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇൽമ് എന്ന് പറയുന്നത്. ഇൽമുണ്ടാവണം നമുക്ക്. അത് കഴിഞ്ഞാൽ സൂചിപ്പിച്ച വിഷയമാണ്. ഈമാൻ ഉണ്ടാവണം, ഇൽമുണ്ടാവണം. അതോടൊപ്പം തന്നെ ആ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അമൽ സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ കഴിയണം. അതിൽപ്പെട്ട ഒന്നാണ് ഇൽമുണ്ടാവണം, അറിവുണ്ടാവണം എന്നുള്ളത്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്നലകളിലൂടെ പരിശോധിക്കേണ്ടതുണ്ട്. അത് ഉമർലാഹു മാറി ചിന്തിപ്പിച്ച ഖുർആൻ നമ്മുടെ സമൂഹത്തെയും സ്വാധീനിക്കില്ലേ സഹോദരങ്ങള്? അത് മദീനയിലെ ഈത്തപ്പന കുടിലുകളിൽ സമാധാനം പകർന്ന ഖുർആൻ നമ്മുടെ കുടുംബ ജീവിതത്തിൽ പ്രകാശം പരത്തില്ലേ സഹോദരങ്ങളെ? ലാത്തയിൽ നിന്നും ഉസ്സയിൽ നിന്നും ജാഹിലിയത്തിനെ തിരിച്ചു വിളിച്ച ഖുർആൻ
ജാറങ്ങളിൽ നിന്നും ആത്മീയ ദൂഷണത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ മോചനം നൽകിയില്ലേ? അജ്ഞത പോലെ പരസ്പരം പഴുത്തറുത്ത സമൂഹത്തെ ഉത്കൃഷ്ടരാക്കിയ ഖുർആൻ വിദ്യാസമ്പന്നരായ സമൂഹത്തിന് വെളിച്ചമാകില്ലേ? ആലോചിച്ച് നോക്കിയും എന്താണ് വിദ്യാസമ്പന്നർ പോലും ഇന്ന് ആത്മഹത്യയുടെ വക്കീലാണ്. ഈ അടുത്ത് ഡോക്ടർ നമ്മൾ വായിച്ചെടുത്തു. എത്രയോ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഒരു വിദഗ്ധനായ ഡോക്ടറാണ് പോലും ആത്മഹത്യയാണ് ചെയ്തതെങ്കിൽ നാം ആലോചിക്കണം, നമ്മൾ മനസ്സിലാക്കണം. വിദ്യാസമ്പന്നരാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളെങ്കിൽ അതേ ഈ ഖുർആൻ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ രോമകൂടങ്ങൾ വരെ അതിന്റെ സ്വാധീനത്താൽ എടുത്തു നിൽക്കുന്ന ഉന്നതമായ ഈമാനിക അവസ്ഥയിലേക്ക് അത് മനുഷ്യനെ കൊണ്ടെത്തിക്കുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബുൻ മുതശാബിഹൻ മസാനിയ തഖ്ശഅറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. സൂറത്ത് സുമറിലൊക്കെ പഠിപ്പിക്കാം. എന്താ പറഞ്ഞത്? അല്ലാഹുവാണ് ഏറ്റവും ഉത്തമമായ വർത്തമാനം അവതരിപ്പിച്ചിരിക്കുന്നത്. കിതാബൻ മുതശാബിഹ മസാനിയ തഖ്ശഅറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. എന്താ പറഞ്ഞവ? വചനങ്ങൾക്ക് പരസ്പരം സാദൃശ്യമുള്ളതും ആവർത്തിക്കപ്പെടുന്ന വചനങ്ങളുള്ളതുമായ ഒരു ഗ്രന്ഥമാണിത്. നമ്മുടെ തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾക്ക് അത് നിമിത്തം രോമാഞ്ചം അണിയുമെന്നാണ് പറയുന്നത്. അതെ, അവർ അനുഭവിക്കുന്ന അനുഭൂതിന്റെ അഥവാ അള്ളാഹുവിനെ പിന്നീട് അവരുടെ ചർമ്മങ്ങളുടെ ഹൃദയങ്ങളും ചർമ്മങ്ങളും അള്ളാഹുവിനെ അനുസ്മരിക്കുന്നതിനായി വിനീതമാകും ചെയ്യുന്നു എന്ന് പഠിപ്പിക്കുന്നു. അതാണ് ഹുദയുടെ മാർഗം. ആ ഹുദയിലേക്ക് ഉദ്ദേശിക്കുന്ന വഴി കാണിക്കുന്നു. വഴിതെറ്റിപ്പോയ ആളുകളെ പിന്നെ ഹിദായത്തിലാക്കുക എന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കുക. അപ്പൊ ഖുർആനിൽ എത്തിയവർ സ്വന്തത്തിനും കുടുംബത്തിനും സമൂഹത്തിനും ആശ്വാസവും തണലുമാകും. പ്രവാചകനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആയിഷ പറഞ്ഞ വാക്കെന്താണ്? ഖുർആൻ. പ്രവാചകന്റെ സ്വഭാവം എന്തായിരുന്നു? ഖുർആനായിരുന്നു എന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് വിശ്വാസികളെ, ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് മാറ്റം വരുത്തും. ഈ വിശുദ്ധ ഖുർആൻ ഏത് മയക്കുമരുന്നിൽ നിന്നും, ഏത് മദ്യത്തിൽ നിന്നും, ഏത് മതരാശിയിൽ നിന്നും, ഏത് തരത്തിലുള്ള പേരുകളുള്ള ലഹരികളാവട്ടെ അതിന് മുക്തമാകാനുള്ള സംവിധാനം ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് ലഭിക്കും. അതാണ് ഖുദൈബ് ബിൻ ഹിയാദിന് സംഭവിച്ചത്. അതാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു സംഭവിച്ചത്. അതാണ് സ്വഹാബത്തിനുണ്ടായ മാറ്റമെങ്കിൽ നാം മനസ്സിലാക്കുക, എന്തും ആ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് സാധിക്കുമെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ച് പാരായണം ചെയ്യാനും അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു വരാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ അടുത്തറിയുക. അത് നമുക്ക് മാറ്റമുണ്ടാക്കും, അത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കും. യാതൊരു സംശയമില്ല. നമുക്ക് അവർ ഖുർആനിലേക്ക് തിരിച്ചു വിളിക്കാം, സ്വർഗ്ഗത്തിലേക്ക് തിരിച്ചു വിളിക്കാം. ഏത്? ഈ വിശുദ്ധ ഖുർആനിലൂടെ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് അത്തരം അകന്നുപോയ മദ്യത്തിനും മയക്കുമരുന്നിനും മദ്രാശിക്കും അകപ്പെട്ടുപോയ ആളുകളെ തിരിച്ചു വിളിക്കാം ഈ വിശുദ്ധ തീരങ്ങളിലേക്ക്. റമദാനിന്റെ ധന്യമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകാൻ അവർക്ക് അവസരം ഒരുക്കി കൊടുക്കാം. അവസരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആൻ ശരിയായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ വിശ്വാസികളെ, ഖുർആൻ പരിഹാരമാണ്. ഖുർആൻ മധുരിച്ച ഹൃദയത്തിന് നല്ല ഭർത്താവിനെ അനുഭവിക്കാൻ കഴിയും, നല്ല ഭാര്യയെ അനുഭവിക്കാൻ കഴിയും. വഞ്ചനയില്ലാത്ത സാമൂഹ്യ പ്രവർത്തകനായി ജനിക്കാൻ സാധിക്കും. അതേപോലെ സഹപാഠിക്ക് മരണം വിധിക്കുന്നതിന് പകരം സ്നേഹം പകർന്നു നൽകാൻ കഴിയും. അതിന്റെ
10ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിയെ കൂട്ടുകാരനാ കൊന്നുകളഞ്ഞു. അവിടെയാണ് പറയുന്നത് സഹപാഠിക്ക് മരണം വിധിക്കുന്നതിന് പകരം അവിടെ സ്നേഹം പകർന്നു നൽകാൻ കഴിയും. അവൻ പാവങ്ങൾക്ക് താങ്ങാവും, മാതാപിതാക്കൾക്ക് തണലാവും. അവർക്ക് വേണ്ടി സമൂഹം കൊതിക്കും. അത്തരം ഒരു സമൂഹത്തെ ജനങ്ങൾ ആഗ്രഹിക്കും. അത്തരം ഒരു വിഭാഗത്തെ സമൂഹം ഇഷ്ടപ്പെടും. അവിടെ വിയോഗം മറ്റുള്ളവരുടെ വേദനയായി മാറും. അങ്ങനെയാണ് ഖുർആനിലൂടെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുക. അള്ളാഹുവിന്റെ കലാമിന് മുന്നിൽ കണ്ണുനീർ പൊഴിക്കുന്ന മനുഷ്യർ മറ്റുള്ളവരുടെ കണ്ണുനീർ തുടക്കും. അവിടെ കണ്ണുനീരിന് കാരണക്കാരനാവില്ല എന്ന് ഖുർആൻ വ്യക്തമായി നമുക്ക് വരച്ചു കാണിക്കുന്ന വരികളുണ്ട്. എന്റെ വീട്, എന്റെ കാറ്, എന്റെ ഫോണ്, എന്റെ മോന്, എന്റെ ഭാര്യ എല്ലാം ഉണ്ട്. എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന എന്റെ ഖുർആൻ എനിക്കുണ്ടോ എന്നത് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, എന്റെ ഫോണ്, എന്റെ കാറ്, എന്റെ വീട്, എന്റെ ഭാര്യ എല്ലാം നമുക്കുണ്ട്. പക്ഷേ നാം ആലോചിക്കണം, എപ്പോഴും കൂടെ കൊണ്ട് നടക്കാവുന്ന എന്റെ ഖുർആൻ എനിക്കുണ്ടോ എന്നത് ആവർത്തിക്കേണ്ടതാണ്. വിശ്വാസികൾ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ അറിയുക, പരലോകത്ത് എന്റെ ഖുർആനാണ് എനിക്ക് ഉപകാരപ്പെടുക. ചിലപ്പോൾ എന്റെ ഭാര്യ, എന്റെ മക്കളും എനിക്ക് ശത്രുവായേക്കാം. അതല്ലേ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചത്? പറഞ്ഞില്ലേ, അവരൊക്കെ ശത്രുക്കളായി മാറും. അവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായി മാറും. അവരെ കൊടുത്തെങ്കിലും ഞാൻ എന്നെ നരകത്തിൽ രക്ഷപ്പെടുത്തിയെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുന്ന ലോകം. എന്റെ ഉമ്മാനെ തരാം, എന്റെ ഉമ്മാനെ തരാം, എന്റെ മക്കളെ തരാം, ഞാൻ സമ്പാദിച്ചില്ലാൻ തരാം എന്നിട്ടെങ്കിലും ഈ കക്ഷിയാളിക്കൊണ്ടിരിക്കുന്ന നരകത്തിൽ നിന്ന്, ഈ ചൂടിൽ നിന്ന് കാലത്ത് രക്ഷപ്പെടുത്തിയെങ്കിൽ എന്ന് നമ്മൾ ഓരോരുത്തരും പഴിചാരിക്കൊണ്ടിരിക്കുന്ന ലോകമാണ് പരലോകമെങ്കിൽ വിശ്വാസികളെ അറിയുക, പരലോകത്ത് എന്റെ ഖുർആനാണ് എനിക്ക് ഉപകാരപ്പെടുക. ഖുർആൻ, നിങ്ങൾ ഖുർആൻ വായിക്കണം, ഓതണം. നാളെ പരലോകത്തെ നിങ്ങൾക്ക് ശുപാർശകനായി കടന്നു വരും. ഇക്രവും സഹറാവയും നിങ്ങൾ സഹറാവയും ഓതണം. അതേതാൽ ബക്കറ ഇമ്രാൻ, സൂറത്ത് ആൽ ഇമ്രാനും സൂറത്ത് ബക്കറയും നിങ്ങൾ ഓതണം. നാളെ രണ്ടുപേർക്ക് കടന്നു വരും. ഏതുപോലെ? എങ്ങനെയെന്നറിയോ? കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അത് നാളെ പരലോകത്ത് നിങ്ങൾക്ക് മേഘം തണലിട്ട് തരുന്ന വല്ലാത്ത 2 മേഘങ്ങളെ പോലെ വന്ന് തണലിട്ട് തരുമെന്ന അതേപോലെ തന്നെ പറഞ്ഞു കൃത്യമായി അതായത് 2 പക്ഷികളെ പോലെ സംഘങ്ങളായി വട്ടമിട്ട് പറക്കുന്ന പക്ഷികളെ പോലെ ആ 2 കൂട്ടം പക്ഷികളായി വന്ന് നിന്നുകൊണ്ട് സാധിക്കുന്ന നാളെ പരലോകത്ത് നിങ്ങൾക്ക് വേണ്ടി ആ പക്ഷികൾ പോലും സാക്ഷി പറയുന്ന രക്ഷപ്പെടുത്തണം, സ്വർഗത്തിലാക്കണമെന്ന് അവർ പോലും പറയുന്ന ലോകമാണ് നാളെ പരലോകം. അതുകൊണ്ട് വിശ്വാസികളെ ഈ ഖുർആൻ നമ്മൾ അടുത്തറിയുക. ഇഖ്റഉൽ ബഖറ, നിങ്ങൾ സൂറത്ത് ബഖറ ഓതണം. നിങ്ങൾക്ക് ബറക്കത്തുണ്ട്. നഷ്ടപ്പെടുത്തിയാലോ ഉപയോഗിച്ചാൽ നഷ്ടമാണ് എന്നും കൃത്യമായി വിശുദ്ധ ഖുർആനിനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ധീരന്മാർക്കല്ലാതെ സാധിക്കുകയില്ല അതിനെ സ്വീകരിക്കാൻ. ധീരന്മാരായി നമുക്ക് മാറാൻ കഴിയണം, സ്ഥിരതയുള്ളവരായി മാറാൻ സാധിക്കണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ വക്താക്കളാവാൻ, ഈ വിശുദ്ധ ഖുർആൻ ഓതി അതിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ ഈ വിശുദ്ധ ഖുർആനെ നാളെ പരലോകത്ത് നമുക്ക് രക്ഷക്കുണ്ടാവുള്ളൂ. അതാണ് നമ്മുടെ കൂടെ നമ്മൾ കരുതേണ്ടത്. നമ്മൾ നമ്മുടെ കൂട്ടുകാരനെ യാത്രക്ക് കരുതാറുണ്ട്. നമ്മുടെ കൂട്ടുകാരനെ, അതുപോലെ ഭാര്യ, മക്കളെ, അതുപോലെ എല്ലാവരും കൂടെ കൊണ്ടു നടക്കാറുണ്ട്. പക്ഷേ ഇതും നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. കൊണ്ടു നടക്കാറുണ്ടോ പരിശോധിക്കണം. ഇഹലോകത്തെ ഖുർആനെ സ്വന്തമാക്കിയവർക്ക് അവസാനം ഖുർആൻ പാരായണം ചെയ്ത് സ്വർഗീയ ആരാമങ്ങളിലേക്ക് നടന്നു നീങ്ങാം. അതാണ് സാഹിബുൽ ഖുർആൻ വറത്തിൽ കമാ കുൻത തുറത്തിൽ ഫിദ്ദുനിയ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയ. ഖുർആൻ പറയാ, ഖുർആൻ ഓതി അവിടെ അവസാനിക്കുന്നത് അവിടെ എത്തുമ്പോഴാണ് എന്റെ സ്വർഗം എന്ന് പഠിപ്പിക്കുന്നെങ്കിൽ ആ സ്വർഗത്തിന് വേണ്ടി ആ വിശുദ്ധ ഖുർആനിലൂടെ കടന്നു വരാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഈ റമദാനിലൂടെ നാം തിരഞ്ഞെടുക്കുക. ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് വിശുദ്ധ റമദാൻ. ആ റമദാനിലൂടെ ഈ ഖുർആനിന്റെ യഥാർത്ഥ ആഘോഷമാസമാണെങ്കിൽ ആ ഖുർആൻ നെഞ്ചിലേക്ക് പഠിച്ചുകൊണ്ട് അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് കടന്നു വരാനും അത് ആവർത്തിച്ച് പാരായണം ചെയ്യാനും ഒക്കെ നാം സമയം കണ്ടെത്തി ഉപയോഗപ്പെടുത്തുക. ശ്വാസികളെ ദിവസങ്ങളിലാ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ അവസാനത്തിൽ എത്തുമ്പോൾ എന്താണെന്ന് ചോദിച്ച് കൈമാറുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് കിട്ടിയ ഈ ചാൻസ്
ഓരോ ദിവസങ്ങളും സമയവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ആ വിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് അടിക്കടി പാരായണം ചെയ്യാൻ ഓരോ വക്ത നമസ്കാരത്തിന് ശേഷവും ആവർത്തിച്ച് പാരായണം ചെയ്യാൻ, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സൂറത്തെങ്കിലും അർത്ഥ തലങ്ങളിലേക്ക് കടന്നു വരാൻ ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് സനാബിൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു പാഠ്യപദ്ധതിയിലൂടെ ഇൻഷാ അല്ലാഹ് തുടക്കം കുറിച്ച സംരംഭമാണ്. ഒരുപാട് ആയത്തുള്ള അർത്ഥം മാത്രം കൊടുത്തുകൊണ്ടുള്ള ക്വിസ് മത്സരമുണ്ട്. ഒരുപാട് ആയത്തുള്ള അർത്ഥം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ ആയത്ത് ഏത് സൂറത്തിലാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ക്വിസ് മത്സരമുണ്ട്. അത് നിങ്ങൾക്ക് വഴിയെ ലഭിക്കും ഇൻഷാ അല്ലാഹ്. നാം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ആയത്തിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു? ആ ആയത്തിന്റെ അർത്ഥം ഇന്നതാന്ന് പഠിക്കാൻ കഴിഞ്ഞു. അത് ഇന്ന സൂറത്തിലാണ് ആയത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. അത് ഇത്രാമത്തെ സൂറത്താണ്, ഇത്രാമത്തെ ആയത്താണ്, ഇന്ന ആയത്താണ് പഠിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ക്വിസ് പ്രോഗ്രാമാണ്. അത് ഞാനടക്കം ഉൾക്കൊള്ളുന്ന സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്. വിശ്വാസികളെ, നമ്മുടെ മനസ്സിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിൽ നാം ഉപയോഗപ്പെടുത്തുക ആ ഒരു ക്വിസ് മത്സരത്തിൽ. അങ്ങനെയാണ് 25 ചോദ്യമാണ്, 25 ആയത്തുകളുടെ അർത്ഥം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ആ ആയത്തുകളെ കണ്ടെത്തി പഠിക്കാവുന്ന സംവിധാനമാണ്. അഥവാ ഖുർആനുമായിട്ട് അടുക്കാനുള്ള സംരംഭമായിക്കൊണ്ടാണ് ആ സനാബിൽ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ ഖുർആന്റെ വ്യത്യസ്ത തലങ്ങളെ തിരിച്ചറിയാനും പഠിക്കാൻ ഉൾക്കൊള്ളാനുമുള്ള ഒരവസരവും മനസ്സിൽ നാം കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമദാനിലൂടെ ഏറ്റവും ധന്യമാക്കി മുന്നോട്ട് പോകുന്ന, വിശുദ്ധമായ ഖുർആന്റെ പാരായണത്തിലൂടെ കടന്നു പോകുന്ന, ആ വിശുദ്ധ ഖുർആന്റെ പഠനത്തിലൂടെ കടന്നു പോകുന്ന, ആ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും സ്വാഹിബാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് നെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരാൻ പരിശ്രമിക്കുക. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപം അല്ലാഹു അവന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങളെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കൊണ്ട് വസിയത്ത് നൽകിയവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം അവരുടെ രോഗത്തിന് പരിപൂർണ്ണ ശിഫയും ആഫിയത്തും ആരോഗ്യവും വേദനയ്ക്ക് ശമനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, പണ്ഡിതന്മാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാനിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കർമ്മങ്ങളും അവന്റെ അടുക്കൽ അറിയാവുന്ന സ്വർഗീയമായ കവാടത്തിലൂടെ കടന്നു പോകുന്ന കർമ്മങ്ങളായി, സ്വാലിഹായ അമലുകളായി കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫൂർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. اللهم أجرنا وأجر والدينا من النار. اللهم أحينا للكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم انصر إخواننا المسلمين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.